അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ്. ഇவ்விதം നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്താണ് അത്ഭുതങ്ങൾ നടക്കുമെന്നാണ്. ചില സ്വപ്നങ്ങൾ നമ്മൾക്ക് അതുപോലെ തന്നെ നടക്കും, യാഥാർത്ഥ്യമായി നടക്കും. ചില സ്വപ്നങ്ങൾ അത് നമുക്ക് തരുന്നത് സൂചനയാണ്. ചില സ്വപ്നങ്ങൾ നമുക്ക് നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ട് അതിന് വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ചില സ്വപ്നങ്ങൾ അത് വേറെ രീതിയിൽ. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിലെ ചില നല്ല സ്വപ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ, അതായത് ഇങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് നല്ല കാലഘട്ടമാണ്. അതിൽ ആദ്യത്തേത് തന്നെ, പെൺകുഞ്ഞിനെ സ്വപ്നം കണ്ടാൽ നമ്മുടെ ആഗ്രഹം ഉടൻ നടക്കാൻ പോകുന്നു എന്നാണ് സൂചന. ആഗ്രഹം ഇപ്പോഴുള്ളതോ അതല്ല എന്നുണ്ടെങ്കിൽ മുൻപ് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ മനസ്സിലുള്ളതോ ആയിട്ടുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നാണ് പെൺകുഞ്ഞിനെ സ്വപ്നം കണ്ടാൽ അത് വ്യക്തമാക്കുന്നത്. അടുത്തതായിട്ട്, നമ്മുടെ കഅബ സ്വപ്നം കണ്ടാൽ, നമ്മുടെ കഅബ നമ്മളെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശം സമയം മാറി നമുക്ക് നല്ല നാളുകൾ വരാൻ പോകുന്നു എന്നാണ് സൂചന. ഇൻഷാ അല്ലാഹ് കഅബയെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലൊരു ഭാഗ്യം വേറെ കിട്ടാനില്ല അല്ലെ. തീർച്ചയായിട്ടും കഅബ കണ്ടാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട്, കുതിരയെ സ്വപ്നം കണ്ടാൽ ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുമെന്നാണ് സൂചന. അതായത് ഭാവിയിൽ നമ്മുടെ ഭാവിയിൽ അടുത്തതായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാവിയിൽ നടക്കുമെന്നാണ് സൂചന. അത് കുതിര, വെള്ള കുതിരയോ കറുത്ത കുതിരയോ, അത് കുതിര എന്ന് പറയുന്നത് ഏത് കളറിലുള്ളതായാലും ശരി തന്നെയാണ്. അടുത്തതായിട്ട്, പക്ഷികളെ സ്വപ്നം കണ്ടാൽ, നമുക്ക് പക്ഷികൾ, ഏത് തരത്തിലുള്ള പക്ഷികളെ ആയാലും പക്ഷികളെ സ്വപ്നം കണ്ടാൽ അള്ളാഹു നല്ല ഭാവി നൽകിയിട്ടുണ്ടെന്നുള്ള സൂചനയാണ്. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊക്കെ മാറി നമുക്ക് ഇനി നല്ല കാലം, നല്ല ഭാവി വരാനിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. അടുത്തതായിട്ട്, പുഞ്ചിരിക്കുന്ന മുഖമാണ് സ്വപ്നം കാണുകയാണെങ്കിൽ, അത് ആരുടെ എന്നൊന്നുമില്ല, പുഞ്ചിരിക്കുന്ന, അതായത് ചിരിക്കുന്ന നല്ല മുഖം സ്വപ്നം കണ്ടാൽ വീണ്ടും അത് തന്നെയാണ്, നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് സൂചന. അതിനുള്ള ഒരു സൂചനയാണ് ചിരിക്കുന്ന മുഖം സ്വപ്നം കണ്ടാൽ. അടുത്തതായിട്ട്, പച്ച കുബ്ബ സ്വപ്നം കണ്ടാൽ അത് വ്യക്തമാക്കുന്നത് ശക്തവാനായ ഒരാളിൽ നിന്നും ഉപകാരം ലഭിക്കുമെന്നാണ്. ശക്തിയുള്ള ഒരുവനിൽ നിന്നും നമുക്ക് ഉപകാരം ഇൻഷാ അല്ലാഹ് ലഭിക്കുമെന്നാണ് ഈ സ്വപ്നത്തിനെ കുറിച്ചുള്ള ഒരു പറയുന്നത്. അടുത്തതായിട്ട്, മഴയെ സ്വപ്നം കണ്ടാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ്. ഈ മഴ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴയെ സ്വപ്നം കണ്ടാൽ, മഴ എന്ന് നല്ലൊരു അനുഗ്രഹമാണ്, മഴയെ സ്വപ്നം കണ്ടാൽ ഇൻഷാ അല്ലാഹ് അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ, തേൻ സ്വപ്നം കണ്ടാൽ, തേനിനെ ഏത് രീതിയിലായാലും സ്വപ്നം കണ്ടാൽ അത് ഹലാലായ സമ്പത്തിനെ, നമുക്ക് ഹലാലായ മാർഗത്തിൽ സമ്പത്ത് വന്നു ചേരുമെന്നാണ് ഇൻഷാ അല്ലാഹ് തേനിനെ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അത് കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയൊക്കെ സ്വപ്നം കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല എങ്കിൽ കൂടി ഇൻഷാ അല്ലാഹ് ഒരു സലാമെങ്കിലും അറിയിക്കുക. വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൽമ പഠിക്കണമെന്നുള്ളവർ കയറി കാണുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള ഇൽമുകൾ, അറിവുകൾ ലഭിക്കാൻ, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ലഭിക്കാൻ, അതായത് ഇതുപോലുള്ള സ്വപ്നങ്ങളെ കുറിച്ചായാലും ദിക്റുകളെ കുറിച്ചായാലും സ്വലാത്തുകളെ കുറിച്ചായാലും നമ്മുടെ ജീവിതത്തിലുള്ള ദൈനംദിന കാര്യങ്ങളെ കുറിച്ച്, അതായത് എന്തൊക്കെയാണ് ജീവിതത്തിൽ ചൊല്ലേണ്ടത്, നമ്മൾ മനഃപ്പാഠമാക്കേണ്ടത്, ഖുർആനിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അസ്സലാമു